ഇപ്പം എനിക്കൊരു പാഷൻ ഇല്ലാത്തൊരു ബിസിനസ് അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിവില്ലാതെ നമ്മൾ ബിസിനസ് ചെയ്താൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. കൂടുതൽ ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നത് സോഷ്യൽ മീഡിയ മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. ബേസിക്കലി അതിനകത്ത് നമ്മളിപ്പോൾ ഒരു റീൽ പോസ്റ്റ് ചെയ്തു, ആ പോസ്റ്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് വരിക എന്ന് പറഞ്ഞാൽ അതിന് അസംഭവമായിട്ടുള്ള കാര്യമാണ്. ഹായ് ഫ്രണ്ട്സ്, അബീസുയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കാര്യം നമ്മളെല്ലായിടത്തും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ടും ഞാനും ആ ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. പക്ഷെ നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പോണ റെസ്റ്റോറൻറ്റ്സുകളാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എല്ലാവരും ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കി തന്നെയാണ് UK പല ബിസിനസ്സും ചെയ്യണം. പക്ഷേ അവർക്കറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യം അവരുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലോട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പം അതിൽ പ്രൊഫഷണലായിട്ട് ഇവിടെ പഠിച്ച് ആ ഫീൽഡിൽ വർക്ക് ചെയ്യണ ഒരു ടീമായിട്ടാണ് ഇന്ന് നമ്മുടെ ഒരു ടോക്ക് ഉള്ളത്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കണം. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വീഡിയോയിലോട്ടോ. ഓക്കെ, ഇതൊന്ന് ഇൻട്രോ ചെയ്യാമോ? ഹായ്, എൻ്റെ പേര് ജോസഫ് മുടക്കാലിൽ. ബേസിക്കലി ഞാൻ ബാംഗ്ലൂരായിരുന്നു. അത് കഴിഞ്ഞിട്ട് UK മൂവ് ചെയ്തു. ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വന്നതാണ്. ലിവർപൂൾ ജോൺ മോസ് യൂണിവേഴ്സിറ്റിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗാണ് പഠിച്ചത്. നാട്ടിൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഓൺട്രപ്രണർ ആവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാർട്ടപ്പ് ഫണ്ടും യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാർട്ടപ്പ് ഹബ്ബ് വഴി ഞങ്ങളൊരു സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്ത്, പിന്നെ കൂടുതലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ഒരു ബിസിനസ്സിന് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അബീസുമായിട്ട് ഞങ്ങൾ ഒരു ടോക്കിന് തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങിയപ്പോഴാണെങ്കിലും ഒത്തിരി ബിസിനസ് ആളുകളായിട്ട് സംസാരിച്ചല്ലോ. ശരിക്കും നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, കാര്യം നമ്മുടെ മലയാളീസ് പല രീതിയിലൂടെ ബിസിനസ്സിൽ ഹ്യൂജ് എമൗണ്ട് മുടക്കിയിട്ടുണ്ട്. പക്ഷേ എന്താണ് അവർക്ക് റിട്ടേൺസ്? ഇപ്പം നമുക്കറിയാം പല ബിസിനസ്സും തുടങ്ങിയത് അറിയാതെ തകർന്നു പോകുന്നുണ്ട്. അപ്പം അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ? ബേസിക്കലി ഏതൊരു ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിനൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. ആ സ്ട്രാറ്റജി ഇല്ലാതെ, ഇപ്പം എനിക്കൊരു പാഷൻ ഇല്ലാത്തൊരു ബിസിനസ് അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിവില്ലാതെ നമ്മൾ ബിസിനസ് ചെയ്താൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. പിന്നെ ബിസിനസ് ചെയ്യുമ്പോൾ ഇന്നെല്ലാം ഡിജിറ്റലിലേക്ക് മാറി. ഇപ്പം ഞാൻ ബേസിക്കലി നമ്മുടെ കമ്പനിയുടെ പേര് തന്നെ ഡിജി ഡേറ്റ ആയി എന്നാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സിനെയും ഡ്രൈവ് ചെയ്യുന്നത് ഡേറ്റ ഡ്രിവൺ ആയിരിക്കണം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ആണ് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളത്. ഇത് സ്റ്റാറ്റിസ്റ്റ ഡേറ്റയാണ്. അതുപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഇൻസ്റ്റഗ്രാമാണ്, പിന്നെ ലിങ്ക്ഡിനാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോംസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ബിസിനസ്സിന് ഏത് പ്ലാറ്റ്ഫോമാണ് ഏറ്റവും കൂടുതൽ ആവശ്യം? എങ്ങനെയാണ് ഒരു യൂസർ സെർച്ച് ചെയ്യുന്നത്? എന്താണ്? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ നമ്മുടെ കസ്റ്റമർ ബേസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ നമുക്കൊരു ഗ്രാഹ്യം ഉണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്സും ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ പ്രസൻസ് ഇല്ലാതെ വളരുക എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് തീർച്ചയായും വലിയൊരു നഷ്ടമായിരിക്കും. ഒരു 60% അയാളുടെ ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യൽ അയാൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ. നിങ്ങൾ 10, 20, 50 ലക്ഷം രൂപ മുടക്കി ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഒരു മാസം കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 50,000 അല്ലെങ്കിൽ 60,000 രൂപ സ്പെൻഡ് ചെയ്താൽ ഒരു ലോയൽ കസ്റ്റമർ ബേസ് ആണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാനാണെങ്കിലും പല റെസ്റ്റോറൻറ്റുകൾ പല ബിസിനസ് റിലേറ്റഡ് ആയിട്ട് റീൽസ് ചെയ്യാറുണ്ട്. അപ്പോൾ പല ഓണേഴ്സും അല്ലെങ്കിൽ നമ്മളോട് ചെയ്യാൻ പറയുന്ന ആളുകൾക്കിടെ ഒരു സ്ഥിരം കംപ്ലൈൻ്റ് ആണ്, അബീസ് ആ വീഡിയോ ഇട്ടിപ്പം ആദ്യത്തെ 2 ആഴ്ച ഞങ്ങൾക്ക് നല്ല ബിസിനസ് ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോട്ട് ആൾ വന്നു, പിന്നെ ആ റീൽ കൊണ്ട് ഇപ്പം നമുക്കൊരു യാതൊരു ഗുണവും ഇല്ല എന്നുള്ളൊരു ഇത് പറയണം. കാരണം പലർക്കുടെയും ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഒരു റീല് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആ റീലിൽ ബിസിനസ് നടക്കുമെന്നാണ്. ശരിക്കും അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൂടുതൽ ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നത് സോഷ്യൽ മീഡിയ മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. ബേസിക്കലി അതിനകത്ത് നമ്മളിപ്പോൾ ഒരു റീൽ പോസ്റ്റ് ചെയ്തു, ആ പോസ്റ്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് വരിക എന്ന് പറഞ്ഞാൽ അതിന് അസംഭവമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കണ്ട ആൾക്കാർക്ക് പിന്നെ ഓരോ സെക്കൻഡിലും അവർ ലക്ഷക്കണക്കിന് വീഡിയോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേറ്റവും പുതിയതായിട്ട് അവർക്ക് ക്യാച്ചി ആയിട്ടുള്ളതിലായിരിക്കും അതൊരു മനുഷ്യൻ്റെ സൈക്കോളജിയാണ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒത്തിരി എലിമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് കസ്റ്റമറിനെ റീടാർഗറ്റ് ചെയ്യണം ബേസിക്കലി. അപ്പോൾ
അത് റീടാർഗറ്റ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും അതിലേക്ക് എക്സ്പോസ്ഡ് ആവണം. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ നമ്മളിലുണ്ടായിരിക്കണം. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ കയ്യിൽ ഡേറ്റ ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഡേറ്റ നമ്മളുടെ കയ്യിലേക്ക് എത്തിച്ചിട്ട് അപ്പോൾ അതൊരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കസ്റ്റമറാക്കി മാറ്റി ആ കസ്റ്റമറിൻ്റെ ഡേറ്റ നമ്മുടെ കയ്യിലാക്കി വീണ്ടും നമ്മുടെ ഓഫേഴ്സ് നമ്മുടെ ഓൺഡ് മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഉണ്ടാവില്ല. ആ കോസ്റ്റ് ഇല്ലാതെയും വളരെ എഫക്റ്റീവായിട്ടും ചെയ്യുമ്പോഴാണ് വീണ്ടും ഈ കസ്റ്റമേഴ്സിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കഴിഞ്ഞ 8 വർഷത്തോളം വർക്കും ചെയ്തു. പിന്നെ അതുപോലെ UK എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ വന്നൊരു ഡിഗ്രിയും എടുത്തു ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട്. അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിനോട് എന്താണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാനുള്ള കുറച്ച് ടിപ്സ് ഒന്ന് പറയാൻ പറ്റുമോ? ഏതൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതൊരു ഡിജിറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു പ്ലാനിങ് തുടങ്ങുമ്പോൾ തൊട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആദ്യം ബിൽഡ് ചെയ്തിട്ട് പിന്നെ ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിനെ സമീപിച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ വെബ്സൈറ്റിൽ റീവർക്ക് ചെയ്യേണ്ടി വരും. അതിന് പകരം നമ്മളൊരു ബിസിനസ് പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം, അപ്പോൾ ഒരു ഏജൻസിയോടെ അതിൽ ഉൾപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ അവർ എങ്ങനെയാണ് ആ വെബ്സൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, ഏതൊക്കെ ചാനൽസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം നമുക്ക് എല്ലാം ഒരു സിങ്ക് ആയിട്ട് അവരുടെ മെനു കാർഡ് തൊട്ട് കംപ്ലീറ്റ് വരുന്ന കസ്റ്റമേഴ്സിന് ഒരു ലോയൽറ്റി കാർഡ്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട്സ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, ആ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ നമുക്ക് എങ്ങനെ നമ്മുടെ ഡേറ്റയാക്കി മാറ്റാം. കാരണം കൂടുതൽ ആൾക്കാരും ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ, നമ്മൾ യൂട്യൂബോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, എനിത്തിങ്, ആ സ്പെസിഫിക്കലി അവരുടെ അൽഗോരിതമിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ നമ്മുടെ ഡേറ്റ നമ്മുടെ കസ്റ്റമേഴ്സ് ബേസിനെ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതാവും. അതിന് പകരം ഈ ഒരു നമ്മളുടെ വ്യൂ കണ്ട ആളുടെ അവരുടെ ഇമെയിൽ നമുക്ക് ലഭിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ടാവുക. ഇതൊക്കെ യൂറോപ്പിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ GDPR റൂൾസൊക്കെ ഉണ്ട്. അവർക്ക് ഓപ്റ്റ് ചെയ്യാനും ഓപ്റ്റ് ഔട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ കൊടുത്താലേ ഇവിടെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഡേറ്റ കളക്ഷൻ ഇവിടെ കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്. പക്ഷേ ആ റെഗുലേഷൻസ് ഒക്കെ പാലിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് ആദ്യം തന്നെ ഒരു ഏജൻസി അല്ലെങ്കിൽ അറിവുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്ററിനെ സമീപിച്ച് അവരുടെ അഡ്വൈസും കൂടെ സ്വീകരിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ഒരു 50% ഓഫ് കോസ്റ്റ് പിന്നീട് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ടുള്ള ഡിജി ഡേറ്റ ഐയിൽ എന്തൊക്കെ സർവീസുകളാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആസ്പെക്ട്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, PPC, പെയ്ഡ്, പേപ്പർ ക്ലിക്ക് അഡ്വർടൈസ്മെൻറ്റ്, കോണ്ടൻറ്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഓട്ടോമേഷൻ. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ദാറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് വി ഡു. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആൻഡ് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്. വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആണ് ഏതൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റാർട്ട് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്പ് ഡെവലപ്മെൻറ്റോ എന്താണ് നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായത്, അവിടം തൊട്ട് ആ കംപ്ലീറ്റ് യൂസർ ജേണി, നിങ്ങളുടെ ഒരു കസ്റ്റമറിൻ്റെ യൂസർ ജേണി എന്താണ്, ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടൊരു പാക്കേജ്. ഓരോ ബിസിനസ്സിനും ഓരോ രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ്, ലിവർപൂൾ മാത്രം കസ്റ്റമർ ബേസ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ല വേറൊരു വലിയ ബിസിനസ്സിന്, UK മൊത്തം ടാർഗറ്റ് ചെയ്യുന്നൊരു ബിസിനസ്സിന്. അപ്പോൾ ഓരോ ബിസിനസ്സും അനുസരിച്ച് എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പാക്കേജസും എല്ലാ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.